ഓരോ മൂവീസ് പുതിയതായിട്ട് ഇറങ്ങുമ്പോഴും അതിൻ്റെ റിവ്യൂസ് വരുന്നതും അതിനെക്കുറിച്ച് പ്രതികരണങ്ങൾ വരുന്നതും അപ്പോൾ ആ വിമർശനങ്ങൾക്കെതിരെ വേറെ രീതിയിലൊക്കെ റിയാക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ സ്ഥിരം കാണാറുള്ളതാണ്. സോ ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് പ്രൊഫഷണൽ സ്പേസിലായിക്കോട്ടെ, റിലേഷൻഷിപ്സിലായിക്കോട്ടെ, ഓരോ ആളുകളും അതിനോട് പ്രതികരിക്കുന്ന രീതിയും ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. സോ ഓരോ ആളുകളുടെയും പ്രതികരണങ്ങൾ അത് എന്തിൽ റൂട്ട് ചെയ്തിട്ടുള്ളതായിരിക്കാം, എന്തൊക്കെയാണ് വ്യത്യസ്തമായ റിയാക്ഷൻസ്, അതെങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം, നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്കിന്ന് സംസാരിച്ച് നോക്കാം. പലതരത്തിൽ ആളുകൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട് ഒരു ക്രിറ്റിസിസം കേട്ട് കഴിഞ്ഞാൽ. സോ ചിലപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും ഒരു ബിഹേവിയറോ കാര്യങ്ങളോ ക്രിട്ടിസൈസ് ചെയ്തു, അപ്പോൾ നമുക്ക് വിഷമം തോന്നാം, നമുക്ക് ദേഷ്യം തോന്നാം, അല്ലെങ്കിൽ നമുക്കൊരു എംബാരസ്മെൻറ്റ് തോന്നാം. അപ്പോൾ നമ്മൾ അതിനോട് വളരെ റിയാക്റ്റീവായിട്ട്, ഡിഫെൻസീവായിട്ട് ചിലപ്പോൾ റിയാക്ട് ചെയ്യും. സോ നമ്മൾ അങ്ങനെ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി. കാര്യം നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ഒരു സെൽഫ് വർത്ത് അതിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ആ ആൾ നമ്മളെ കംപ്ലീറ്റ്ലി പേഴ്സണാലിറ്റിയെ മൊത്തത്തിൽ കയറി അറ്റാക്ക് ചെയ്യാൻ തോന്നും. അപ്പോൾ ആ ഒരു ഡീപ്പ് ഫീലിംഗിൽ നിന്ന് വന്നിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. ചില ആളുകൾ കംപ്ലീറ്റ്ലി അവോയ്ഡൻ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ അവരോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം പറഞ്ഞാൽ അവർക്ക് അതിന് പാസ്റ്റ് എക്സ്പീരിയൻസസ് അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ അവർക്ക് ആ ഒരു മെമ്മറീസൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ എന്നാ ചെയ്യുമെന്ന് വെച്ചാൽ അവർ കംപ്ലീറ്റ്ലി അങ്ങോട്ട് അവോയ്ഡ് ചെയ്യും, വിഡ്രോ ചെയ്യും. അപ്പോൾ ഒന്നും അത് എങ്ങോട്ട് എടുക്കത്തില്ല. അപ്പോൾ പ്രോബ്ലം എന്താ വെച്ചാൽ നല്ലതും ചീത്തയും ഒന്നും നമ്മളെ ബാധിക്കാത്ത തരത്തിൽ അങ്ങ് പോകും. പിന്നെ ഒരു കൂട്ടരാണ് അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ. സോ അതിനെക്കുറിച്ച് കാംലി പ്രോസസ്സ് ചെയ്ത് എന്താണ് അത് പറയുന്നത്, അതിലെന്തൊക്കെയാണ് നല്ലതുള്ളത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വന്നത്, അതൊക്കെ കറക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഹൈ സെൽഫ് അവെയർനെസ് ഉണ്ടാകും. അവർക്ക് അറിയാം ഇത് ഇവരുടെ പേഴ്സണാലിറ്റി അറ്റാക്ക് ചെയ്യുമല്ല, അവരുടെ ആ ഒരു പ്രോഡക്റ്റിനുണ്ടായ കുറച്ച് പ്രോബ്ലംസിനെ കുറിച്ചാണ് അവരാ പറയുന്നത്. ദാറ്റ് ഡസൻറ്റ് മീൻ ദിസ് പേഴ്സൺ ഇസ് കംപ്ലീറ്റ്ലി ഫ്ലോഡ്, അല്ലേ? ഇപ്പോൾ നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തത് മറ്റേ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ അയാൾ നമ്മളെക്കുറിച്ച് അത് പറയുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ്ലി നമ്മൾ ഒരു ചീത്ത ആളാണെന്നല്ല പറയുന്നത്, ആ ഒരു ജസ്റ്റ് ഒരു ആക്ടിനെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അതായിരുന്നല്ലേ എന്ന് വിചാരിച്ച് കറക്റ്റ് ചെയ്യാതെ അത് കംപ്ലീറ്റ്ലി നമ്മൾ പേഴ്സണലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിന് ഒരു സ്പേസ് ഇല്ല അവിടെ. അപ്പോൾ മറ്റേ ആൾക്ക് നമ്മളോട് ക്രിട്ടിസൈസ് ചെയ്യാനും പറ്റില്ല. അപ്പം നമ്മളത് എടുത്തു, നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കി ബെറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ബെറ്റർ പേഴ്സൺ ആകാൻ പറ്റും. അങ്ങനത്തെ ഒരു മിസ്റ്റേക്സ് വരാതിരിക്കും, അല്ലേ? എന്തുകൊണ്ടാണ് ഓരോ ആളുകളും ഓരോ തരത്തിൽ ബിഹേവ് ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ അകത്തുള്ള ഒരുപാട് ഡീപ്പ് ഫീലിങ്സും പഴയ എക്സ്പീരിയൻസസും നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ്, നമ്മുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മൾക്ക് ഒരു സെൽഫ് എസ്റ്റീം വളരെ കുറവാണ്. നമ്മൾ ഇപ്പോൾ നമ്മളൊരു ജോലി ചെയ്യുന്നു, അതിൽ ആ ഒരു പ്രോജക്റ്റ് അതിലാണ് നമ്മൾ ഫുൾ ഇത് കൊടുക്കുന്നത്, അത് നല്ലതാണെങ്കിൽ ഞാൻ നല്ലതാണ് എന്നൊരു രീതിയിലാണെങ്കിൽ ആ ഒരു സാധനം ചീത്തയാന്ന് പറയുമ്പോൾ നമ്മളുടെ സെൽഫ് എസ്റ്റീമിനോട്ടാണ് അത് പോകുന്നത്. അപ്പോൾ അത് കൺഫേം ചെയ്യുവാണ്, ആ വാലിഡേഷൻ മൊത്തം അതിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് അത്രയ്ക്ക് ശരിയായിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സെൽഫ് എസ്റ്റീം അത്രയും കുറവാണ് എന്ന രീതിയിലാണ് നമ്മളത് പെർസീവ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് തന്നെ നമ്മളെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമില്ലാത്ത ഫീച്ചേഴ്സ് കാണും, ചിലപ്പോൾ നമുക്ക് ഷെയിം തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. സോ അതൊക്കെ ഇതിനോട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം ഇതിനോട് ചേർത്ത് വെച്ചിട്ട് വായിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു നെഗറ്റീവ് സെൽഫ് ബിലീഫിനെയൊക്കെ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുന്ന കൂട്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് ഹെൽപ്ഫുൾ ആവത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഡിഫെൻസീവ് ആകുന്നതും നമ്മൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നതും. കാര്യം നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയോടുള്ള അറ്റാക്ക് പോലെയാണ് നമ്മളത് പെർസീവ് ചെയ്യുക. അതിൽ പറയുന്ന നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തിനാണ് പറഞ്ഞതെന്നോ ഒന്നും നമ്മൾ ആലോചിക്കത്തില്ല. പറഞ്ഞ ആൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഐഡിയ ഒന്നും ഉണ്ടാവത്തില്ല. അവർ ചിലപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിനെ ആയിരിക്കുള്ളൂ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ നമുക്കത് വേർതിരിച്ച് കാണാൻ പറ്റാത്ത ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ അങ്ങനെ വല്ലാതെ റിയാക്ട് ചെയ്ത് പോകാം. ചില ആൾക്കാരുണ്ട് പാസ്റ്റ് എക്സ്പീരിയൻസസ് അവർക്ക് അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ പാസ്റ്റ് റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, ചൈൽഡ്ഹുഡ് ആയിക്കോട്ടെ, സോ അതിലെല്ലാം വളരെ ഹാർഷായിട്ട് അവരെ ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നിരിക്കും. അല്ലെങ്കിൽ ഒത്തിരി നെഗറ്റീവ് എക്സ്പീരിയൻസസിലൂടെ കടന്നു പോയവരായിരിക്കും. അവരെ തന്നെ പ്രൂവ് ചെയ്യാൻ കുറേ കഷ്ടപ്പെട്ട് വന്ന് ചെയ്ത ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക്
പെട്ടെന്ന് കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് കൂടെ വരുമ്പോഴേക്കും അവർ വല്ലാണ്ട് സെൻസിറ്റീവ് ആയിരിക്കും. കാര്യം ഇത്രയും ചെയ്തിട്ടും പറ്റുന്നില്ലേ എന്ന രീതിയിലായിരിക്കും അവരത് പെർസീവ് ചെയ്യുക. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇത്രയും കുറ്റങ്ങളുണ്ടോ, ഇത്രയും പ്രശ്നങ്ങളുണ്ടോ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ബിഗ് പിക്ചർ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇവർക്ക് ഇത് ഭയങ്കര പേഴ്സണൽ ആയിരിക്കും. അപ്പോൾ അവർ ഇത് വളരെ സെൻസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് കൂടെ നമ്മളിപ്പോൾ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അയാൾ വളരെ റിയാക്റ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രോബ്ലമാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസസ് കൊണ്ടായിരിക്കും. നമ്മൾ അതിനോടും വല്ലാതെ പേഴ്സണലി എടുത്തിട്ട് കാര്യമില്ല. പിന്നെ വന്നിട്ട് പേഴ്സണാലിറ്റി ട്രീറ്റ്സ് ആണ്. അപ്പോൾ ഭയങ്കര ഓപ്പൺനെസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ട്രീറ്റുള്ള ആൾക്കാരാണെങ്കിൽ അവർ വളരെ ഓപ്പൺ ആയിരിക്കും എല്ലാ കാര്യങ്ങളോടും. അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അത് ഓക്കെ അതാണല്ലേ അങ്ങനെ അവർ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും റിസീവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ചില ആൾക്കാർക്ക് നല്ല ഇമോഷണൽ സ്റ്റെബിലിറ്റി കാണും. അപ്പോൾ എന്ത് പറഞ്ഞാലും അവരുടെ ഇമോഷൻസ് അങ്ങ് കുലുങ്ങത്തില്ല. അത് എപ്പോഴും ഒരു സ്റ്റേബിൾ ലെവലിലായിരിക്കും. ഒത്തിരി അങ്ങ് സന്തോഷം വരത്തില്ല, ഒത്തിരി സങ്കടവും വരത്തില്ല, ഒത്തിരി ദേഷ്യവും വരത്തില്ല. അപ്പോൾ അവർ ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും. അത് റെസീലിയൻ്റ് ആയിട്ട് അവരുടെ ഒരു വിഷമം വന്നു ഓക്കെ പിന്നെ നോർമലായി അങ്ങനെയുള്ള ആളുകളായിരിക്കും. ചില ആളുകൾ വന്നിട്ട് എഗ്രിയബിൾനെസ് എന്ന് പറയും. അപ്പോൾ അതായത് എന്ത് പറഞ്ഞാലും അതെ 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 ശരിയാണ്, ഓക്കെ തെറ്റാണ് ഓക്കെ ഫുള്ളി ഞാൻ ശരിയല്ല തെറ്റാണ് എന്ന് പറഞ്ഞ് അവർ സമ്മതിച്ചു കൊടുക്കും. കാര്യം ഒരു വഴക്കുണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ ഒരു പീസ് ആൻഡ് ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ എഗ്രി ചെയ്ത് കൊടുക്കുന്ന ആളുകളും ഉണ്ട്. സോ ഈ റിലേഷൻഷിപ്സിലാണെങ്കിൽ നമ്മളിപ്പോൾ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് പറയും. അപ്പോൾ അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. സോ ഇതിൻ്റെ മിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആങ്ഷ്യസ് ആയിട്ടുള്ള ആളുകൾ, കൂടുതൽ ആങ്ഷ്യസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ വന്നിട്ട് വല്ലാണ്ട് ഇമോഷണലി റിയാക്ട് ചെയ്യും. കാര്യം അവർക്ക് പേടിയാണ്, അവരെ റിജക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അവരെ അപ്രൂവ് ചെയ്യത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ അവരെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ അവരെ ഇപ്പോൾ ഇട്ടിട്ട് പോകും എന്നുള്ള ഒരു പേടി കാരണം അവർ അതിനോട് വല്ലാണ്ട് റിയാക്ട് ചെയ്യും. ഇല്ല എനിക്കൊരു പ്രശ്നമില്ല എന്ന രീതിയിൽ റിയാക്ട് ചെയ്യും. ഇനിയിപ്പോൾ അവോയ്ഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്യും, ഇഗ്നോർ ചെയ്ത് കളയും കംപ്ലീറ്റ്ലി. ആ ഒരു കോൺവെർസേഷൻ അവിടെ അങ്ങ് ഷട്ട് ഡൗൺ ചെയ്തിട്ട് പോയി കളയും. കാര്യം അവർക്ക് അതിൻ്റെ ഇമോഷൻസൊക്കെ കുറിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ വൾണറബിൾ ആയിപ്പോയാലോ അങ്ങനത്തെ ഒരു പേടി കാരണം അവരതിനെ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്തിട്ട് വിട്ട് കളയും. സോ അത് അവോയ്ഡൻറ്റ് ട്രീറ്റ്സ് ഉള്ള ആൾക്കാർ അങ്ങനെ ആയിരിക്കും ക്രിറ്റിസിസം എടുക്കാറുള്ളത്. സോ ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഇതിൻ്റെ പിന്നിലുണ്ട്. ക്രിറ്റിസിസത്തിനോട് പലതരം റിയാക്ഷൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു റിയാക്ഷൻ ഇംപ്രൂവ് ചെയ്യാം? എപ്പോഴും ഒരു ക്രിറ്റിസിസം വരുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ പേഴ്സണൽ അറ്റാക്ക് അല്ല. അപ്പോൾ നമ്മളെപ്പോഴും ഒന്ന് പോസ് ചെയ്യുക റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇമോഷണൽ റെസ്പോൺസാണ് ആദ്യം വരിക. സോ അത് കാരണം ആ ഒരു ഇമോഷൻസ് ഒന്ന് താഴോട്ട് വരാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യുക. മേ ബി ഡേ ഓർ 2 കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ ആദ്യം ആ ഇമോഷണൽ പീക്കിൽ നിൽക്കുമ്പോൾ നമ്മൾ പെർസീവ് ചെയ്ത പോലെ ആയിരിക്കില്ല പിന്നീട് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവുക. ചിലപ്പോൾ അത് ഇത്രയും സിമ്പിളായിരുന്നു എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകും. അപ്പോൾ ഒന്ന് പോസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡീപ്പ് ബ്രീതിങ് ടെക്നിക്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ലേബിൾ ചെയ്യാം നമ്മുടെ ഇമോഷൻസ് എന്തൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ദേഷ്യമാണോ വരുന്നത്, നമുക്ക് വിഷമമാണോ വരുന്നത്, നമുക്ക് നാണക്കേട് പോലെയാണോ തോന്നുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് ഒന്ന് റീഫ്രെയിം ചെയ്ത് നോക്കുക. ചിലപ്പോൾ അയാൾ ഇതായിരിക്കില്ല പറഞ്ഞത്, അത് ഇങ്ങനെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ റിലേഷൻഷിപ്സിലാണെങ്കിൽ ഇങ്ങനെ ടെക്സ്റ്റ് മെസ്സേജസിലൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ടോൺ മനസ്സിലായെന്ന് വരില്ല, അല്ലെങ്കിൽ ആൾക്കാരുടെ എക്സ്പ്രഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. സോ അതൊന്നും മനസ്സിലാക്കിയിട്ടൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഈ ഓരോ ഫീഡ്ബാക്ക് കിട്ടുമ്പോഴേക്കും അത് നമ്മുടെ സെൽഫ് വർത്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കുക. ആൾക്കാർ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയാണ് പറയുന്നത്. മിക്കവാറും ആളുകൾ നമുക്കറിയാവുന്ന ആൾക്കാരല്ലെങ്കിൽ ആളുകൾ ക്രിറ്റിസിസം പറയാതെ നമ്മുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയായിരിക്കും. വളരെ ചുരുക്കം ആളുകളെ നമ്മളെ വെറുതെ നിശ്ചിതമായി അങ്ങ് വിമർശിക്കത്തുള്ളൂ. അപ്പോൾ ആ പറയുന്നത് നമ്മളുടെ ഇമ്പ്രൂവ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഫീഡ്ബാക്ക് അങ്ങനെ എടുക്കുക. നമ്മുടെ കംപ്ലീറ്റ്ലി നമ്മളൊരു ഫ്ലോലെസ് ആവാൻ വേണ്ടിയല്ല, കുറേശ്ശെ ഇമ്പ്രൂവ്മെൻറ്റ് വരത്തുള്ളൂ. ആൻഡ് കംപ്ലീറ്റ്ലി ഫ്ലോലെസ് ആയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാനും പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഇന്ന് ഒരു ഇത് പറഞ്ഞു, ക്രിറ്റിസിസം പറഞ്ഞു, ഇന്ന് തന്നെ ബെറ്റർ ആയിട്ട് ഞാൻ അങ്ങ് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ഒരു പാർട്ട്ണറായി നാളെ അങ്ങ് ഷോപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ പറ്റത്തില്ല. അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കാൻ നോക്കുക. പിന്നെ സ്പെസിഫിക്സ് ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞു, അപ്പോൾ നമുക്കത് മനസ്സിലായില്ല, നമ്മൾ
നമ്മളത് മൊത്തത്തിൽ അങ്ങ് പ്രശ്നമായിട്ട് എടുക്കുവാണ്. അപ്പോൾ എന്താണ് അതിൽ സ്പെസിഫിക് ആയിട്ട് ഇവർക്ക് പറയാനുള്ളത് അത് ചോദിക്കുക. അപ്പോൾ അവർ പറഞ്ഞു തരും. ഇനിയിപ്പോൾ അവർ ചുമ്മാ വെറുതെ പറഞ്ഞതാണെങ്കിൽ അവർക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അവർ കാര്യമായിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റാണ് പറയുന്നതെങ്കിൽ അവർ ആ സ്പെസിഫിക് ആയിട്ട് ഇന്ന കാര്യങ്ങളാണ്, അത് ശരിയാക്കിയാൽ നല്ലതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്പെസിഫിക്സ് ചോദിക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് വർക്ക് ചെയ്യുക. സോ നമ്മളൊരു ഓപ്പൺ മൈൻഡ് വയ്ക്കുക. നമ്മൾക്ക് ആൾക്കാർ ക്രിറ്റിസിസം തരുന്നത്, നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ തരുന്നത് നമ്മളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി അത് നല്ല രീതിയിൽ എടുത്തിട്ട് നമ്മളുടെ പേഴ്സണാലിറ്റി ഗ്രോത്ത് ഉണ്ടാക്കാനും നമ്മളുടെ പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടാക്കാനും ശ്രമിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് കമ്പാഷൻ ഉണ്ടാക്കുക എന്നുള്ള. നമ്മളോട് തന്നെ കൈൻഡായിട്ടിരിക്കുക. നമുക്ക് തെറ്റ് പറ്റും, നമ്മൾ ഇംപെർഫെക്റ്റ് ആണ്, നമ്മൾ ഭയങ്കര അടിപൊളി ആൾക്കാരൊന്നുമല്ല, നമ്മൾ എല്ലാം ഈ ലോകത്ത് ജീവിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റുപറ്റും. അപ്പോൾ അതിൽ കിട്ടുന്ന ഓരോ കറക്ഷൻസ് ശരിയാക്കി നമ്മൾ പതിയെ മുന്നോട്ട് പോവുക. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്ത് വരിക. അപ്പോൾ അതിനോട് ഉള്ളൊരു അനുകമ്പ നമ്മളോടും നമ്മൾ കാണിക്കുക. ഇനിയിപ്പോൾ അവരോട് റിയാക്ട് ചെയ്തത് മോശമായിപ്പോയി, അപ്പോഴും നമ്മളോട് ക്ഷമിക്കുക. കാര്യം നമ്മൾ അറിവില്ലാതെ നമ്മൾ ഓരോന്ന് ചെയ്തു പോകുന്നതാണ്. അപ്പോൾ പിന്നെ അത് ബെറ്റർ ആക്കുക എന്നുള്ളതാണ് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുക. നമ്മളൊക്കെ ഈ നടക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ ഒത്തിരി വീണല്ലേ നമ്മൾ നടക്കാൻ പഠിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഓടാം, നമുക്ക് താഴെ നോക്കാതെ നടക്കാം. പക്ഷേ കുഞ്ഞിലെ അങ്ങനെ അല്ലല്ലോ. അപ്പോൾ അതേപോലെ നമ്മളെല്ലാം പഠിച്ച് വരുവാണ്. സോ അതങ്ങനെ മനസ്സിലാക്കുക. എന്നിട്ട് ബി കൈൻഡ് ടു യുവർ സെൽഫ്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ നമുക്ക് ഫീഡ്ബാക്ക് വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര റിയാക്ഷൻ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കുഞ്ഞു ഫീഡ്ബാക്സ് നമ്മൾ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളിലും കുറേശ്ശെ ഫീഡ്ബാക്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് പ്രാക്ടീസ് ആവും. അപ്പോൾ നമ്മൾ പതിയെ ഡീസെൻസിറ്റൈസ്ഡ് ആവും. അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ ഫീഡ്ബാക്കൊക്കെ കിട്ടി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും റിയാക്റ്റീവ് ആവത്തില്ല. നമുക്ക് അറിയാം ഇതാണ്. അപ്പോൾ നമുക്കതൊരു ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമ്മൾ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. ഫീഡ്ബാക്സിനോട് ഡീസെൻസിറ്റൈസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ സെൻസിറ്റിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ റിലേഷൻഷിപ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ പാറ്റേൺ നോക്കുക. ഏത് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം വരുന്നത്. സോ ആ സ്പെസിഫിക് പാറ്റേൺ നോക്കി ആ ബിഹേവിയർ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് റിലേഷൻഷിപ്സ് ബ്രേക്കപ്പിലോട്ടൊക്കെ പോവുക. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് നന്നാവത്തില്ല എന്നൊരു സിറ്റുവേഷൻ വരിക. സോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുക. പിന്നെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളോട് ഒരാൾ ക്രിറ്റിസിസം പറയുമ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളിലും കൂടെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ബെറ്റർ ആവണം എന്ന് വിചാരിക്കുമ്പോഴല്ലേ ആളുകൾ ക്രിറ്റിസിസം പറയുന്നത്. അപ്പോൾ അത് അപ്രിഷ്യേറ്റ് ചെയ്യുക, താങ്ക്സ് പറയുക ആ ആൾക്കാരോട്. സോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഭയങ്കര പൊട്ടയായിട്ടാണ് എന്തെങ്കിലും ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവം ശരിയല്ല എന്നുണ്ട്, അപ്പോൾ ആൾക്കാർ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ നന്നായി കാണണം എന്ന് ആഗ്രഹമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നന്നായി കാണണം എന്ന് ആഗ്രഹമുള്ളവരാണ് നമ്മളോട് ആ ഒരു ഫീഡ്ബാക്ക് പറയുക. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരും ഒരു ഫീഡ്ബാക്കും പറയാറില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ റീതിങ്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ എന്ത് പറഞ്ഞാലും സമ്മതിച്ചു തരുന്ന ആൾക്കാർ, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ എഗ്രി ചെയ്യുന്ന ആൾക്കാർ, അത് അത്ര ശരിയായ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടിയും വരും. സോ അതാണ് എനിക്കിന്ന് ക്രിറ്റിസിസത്തെക്കുറിച്ചും അതിനോടുള്ള റെസ്പോൺസസെക്കുറിച്ചും പറയാനുള്ളത്. ഇത് ആരെയും പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന രീതിയിലോ അങ്ങനെയൊന്നുമല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും പേഴ്സണാലിറ്റി റിലേറ്റഡ് അങ്ങനെ എന്തെങ്കിലും കൺസൾട്ടേഷൻസോ കാര്യങ്ങൾക്കോ വേണ്ടിയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുക. ഓക്കെ, ബൈ.